പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. അതെ കർത്താവേ, അങ്ങ് കുരിശിൽ ഞങ്ങൾക്കായി പൂർത്തീകരിച്ച രക്ഷയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ആ രക്ഷ സ്വന്തമാക്കിയെടുക്കാനുള്ള വലിയ ദാഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണ ചൊരിഞ്ഞ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇവിടെ മക്കളെ, കർത്താവിന്റെ കരുണ അതിശക്തമായി സ്വന്തമാക്കുന്ന ഒരു സമയമാണ് ഈ വലിയ ആഴ്ച. കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാനുഭവത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ ആനയിക്കുകയാണ് ഈ ആഴ്ചയിൽ. കർത്താവെ, ഞങ്ങൾ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുരിശ് മരണത്തിന്റെയും പീഡാനുഭവത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹത്വത്തിന്റെ സമ്പന്നതയിലേക്ക് കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണല്ലോ. ഈ ദിവസങ്ങളിൽ മക്കൾക്ക് വേണ്ടി കരുണയ്ക്കായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ഈ കരുണ നിറഞ്ഞൊഴുകുന്ന ഈ സമയത്ത് ആ കരുണയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന തിരുവചനത്തിന്റെ ഒരു മേഖല വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തില് 21 മുതൽ തിരുവചന ഭാഗത്തില് ഒരു കാനാൻകാരി സ്ത്രീ കർത്താവിന്റെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പറയാണ്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്റെ മകളെ പിശാച് ക്രൂരമായിട്ട് ബാധിച്ചിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ ഒന്ന് സുഖപ്പെടുത്തണം. അവളുടെ കുഞ്ഞ് വീട്ടിൽ കിടക്കുക. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആത്മന ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 25-26 വചനങ്ങളില് സമാന്തര സുവിശേഷത്തിൽ പറയാണ്, ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണ് തന്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. വലിയ ദാഹത്തോടെ ഈശോയുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കുക. തന്റെ കുഞ്ഞിന്റെ അവസ്ഥയെ കുറിച്ച് വേദനയോടെ പറയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കള് ഇന്ന് പല മേഖലയില് പിശാച് ആവേശിച്ച് പല അടിമത്തങ്ങളില്, ദുശീലങ്ങളില്, പാപങ്ങളില്, തെറ്റായ പ്രേമ കുരുക്കുകളില്, ജഡിക പാപത്തില്, അനുസരണക്കേടിലും, മൊബൈൽ അടിമത്വം, ലഹരിയുടെ അടിമത്വം, ചില കൂട്ടുകെട്ടുകള്, അങ്ങനെ പലതിലും, പിന്നെ ഭയം, ഉത്കണ്ഠ, നിരാശ, ഇതിലൊക്കെ അടിമപ്പെടുത്തി പിശാച് ആവേശിച്ച് നശിപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ മക്കളെ നമുക്കറിയാലോ കർത്താവിന്റെ കരുണയിലേക്ക് കൊണ്ട് സമർപ്പിക്കണം. വീണ്ടും നമ്മള് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് 9-ാം അധ്യായത്തില് ഒരു അപസ്മാര രോഗിയായ മകനു വേണ്ടി അപ്പൻ വരുന്നുണ്ട്. മൂകനായ ഒരാത്മാവ് ബാധിച്ച ഒരു മകൻ. ആ മകനെ കൊണ്ടുവന്നിട്ട് പറയാ, എപ്പോൾ പിടികൂടിയാലും പറഞ്ഞിട്ട് ആ ആത്മാവ് എപ്പോ പിടികൂടിയാലും അവനെ കഠിനമായി പീഡിപ്പിക്കുന്നു. നുരയും പതയും പുറപ്പെടുവിക്കത്തക്ക വിധം തീയിലും വെള്ളത്തിലും വലിച്ചെറിയുന്നു. നശിപ്പിക്കാൻ വേണ്ടി അതുപോലെ ശ്രമിക്കുന്ന ഒരു ദുരാത്മാവ് ഈ കൊച്ചിനെ ആവേശിച്ചുക. ഇതുപോലെ നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ, ഇല്ലാണ്ടാക്കാൻ, ഒത്തിരിയേറെ ദുരന്തപൂർണമായ അവസ്ഥയിലേക്ക് നയിക്കുന്ന അരൂപികള് നമ്മുടെ മക്കളെ കീഴ്പ്പെടുത്തുമ്പോ കർത്താവിന്റെ മുമ്പില്, ഈ കരുണയില്, ഈ ക്രൂശിതനില്, ഈ മരണത്തിന്റെ ശക്തിയില്, ഈ തിരുരക്തത്തില്, ഈ തിരുമുറിവില് കർത്താവിന്റെ ശക്തിയുണ്ട് മക്കളെ, കരുണയുണ്ട് മക്കളെ. ഈ കരുണയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മക്കളെ സമർപ്പിക്കാം. ദാവീദിന്റെ പുത്ര, എന്റെ കുഞ്ഞിൽ കനിയണമേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കാനാൻകാരി സ്ത്രീയെ നമുക്കറിയാം, തിരസ്കരിക്കുന്ന പോലെയൊക്കെ പറഞ്ഞ അവസാനം മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കാൻ പാടില്ല, ഈ സാഹചര്യത്തിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ വിശ്വാസം കണ്ടില്ലേ? നായ്ക്കൾ പോലും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിരുന്നുണ്ടല്ലോ. ഒത്തിരി പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. ഒത്തിരി സമയം, ഒത്തിരി ദിവസങ്ങൾ അനേകം പേര് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിച്ചും മടുത്തും, ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല, കർത്താവ് പോലും കേൾക്കുന്നില്ലല്ലോ. എന്റെ മക്കളെ, സ്ത്രീയെ നോക്ക്, അവള് അതുപോലെ വിശ്വാസത്തിൽ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ഈ അവസ്ഥയിൽ പോലും ഒരു പട്ടിയോടെന്ന പോലെ നായ്ക്കളോട് ഉപമിച്ചപ്പോൾ പോലും നിരാശപ്പെട്ട്, പരാതിപ്പെട്ട്, വെറുത്ത് ഉപേക്ഷിച്ച് പോകാതെ അവിടെയും അവൾ ഉറച്ചു നിന്നു. ഈ കർത്താവിലുള്ള, ഈ കരുണയിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവിടെ ദൈവം ഇടപെട്ടു. നിന്റെ വിശ്വാസം വലുതാ, പൊയ്ക്കൊള്ളുക. ആ നിമിഷം
ആ നിമിഷം അവളുടെ മകളിൽ നിന്ന് പിശാച് വിട്ടുപോയി. ആ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു. ആ അപ്പനെന്താ പറഞ്ഞ്? അപ്പൻ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിനെ കുറിച്ച് പറയാ. അപ്പം പറയാ, എന്റെ അവിശ്വാസം പരിഹരിച്ച് കർത്താവേ എന്റെ കുഞ്ഞിനോട് കരുണയായിരിക്കണം. ഈശോ എന്താ ചെയ്ത്? 9-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനം പറയാണ്, മൂകനും ബധിരനുമായ ആത്മാവേ അവനെ വിട്ട് പുറത്തു പോ, ഇനി ഒരിക്കലും അവനെ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് ആത്മാവിനെ പുറത്താക്കി ബാലൻ മരിച്ചവനെ പോലെയായി. അവന് പിന്നീട് ഈശോ എഴുന്നേൽപ്പിച്ചു, അപ്പനെ ഏൽപ്പിച്ചു, സ്വതന്ത്രനാക്കി സൗഖ്യമാക്കിയിട്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ അവിശ്വാസവും സങ്കടങ്ങളും നിരാശകളും പരാതികളും പരിഭവങ്ങളും എല്ലാം ഈ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ അങ്ങേ ഞാൻ ശരണപ്പെടുന്നു, അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഈ അവസ്ഥയിലും കർത്താവ് ഞാൻ അങ്ങേ ശരണപ്പെടുന്നു. കാരണം എനിക്കറിയാം അങ്ങല്ലാതെ രക്ഷിക്കാൻ ആരുമില്ല. അതുപോലെ വിശ്വാസത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ ആഴ്ചയുടെ എല്ലാ രക്ഷാകര അഭിഷേകവും അനുഭവത്തിന്റെ ശക്തിയും നമ്മിലും നമ്മുടെ മക്കളിലും കുടുംബത്തിലും ലോകം മുഴുവനിലും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വാസത്തോടെ കാനാൻകാരി സ്ത്രീയെ പോലെ, അപസ്മാരം ബാധിച്ച ബാലന്റെ അപ്പനെ പോലെ നമ്മുടെ കർത്താവിന്റെ കരുണയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ മക്കളോട് പ്രത്യേകിച്ചും കരുണയായിരിക്കട്ടെ. വിടുതൽ നൽകി, സൗഖ്യം നൽകി, വിമോചനം നൽകി, പരിശുദ്ധാത്മാവിനെ നിറച്ച് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, സർവാധിപനും സർവശക്തനുമായ കർത്താവ്, ആകാശത്തിന്റെ മേലും ഭൂമിയുടെ മേലും പാതാളത്തിന്റെ മേലും സകല ചരാചരങ്ങളുടെ മേലും അധികാരവും അവകാശവുമുള്ള കർത്താവ്, അങ്ങാണെല്ലാം സൃഷ്ടിച്ചത്, അങ്ങാണെല്ലാം രക്ഷിച്ചത്, അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു. അങ്ങയുടെ വലിയ കരുണയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ മക്കളെ ഏറ്റവും പ്രത്യേകമായ വിധത്തില് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഒത്തിരിയേറെ വേദനിക്കുന്ന മാതാപിതാക്കള്, വഴിതെറ്റിപ്പോയ മക്കള്, അവരെയോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കള്, പഠനം മുടങ്ങിപ്പോയ മക്കള്, പഠിക്കാൻ മനസ്സിലാത്ത മക്കള്, തെറ്റായ സ്നേഹബന്ധങ്ങൾ കുടുങ്ങിപ്പോയ മക്കള്, കർത്താവേ ലഹരിക്കടിമപ്പെട്ടു പോയ മക്കള്, ഫുൾ ടൈം മൊബൈലിന് അടിമപ്പെട്ട് പല പല ഗെയിമുകൾക്ക് അടിമപ്പെട്ട് നശിച്ചു പോയിരിക്കുന്ന മക്കള്, പഠിക്കാൻ മനസ്സില്ല, അനുസരണമില്ലാത്ത മക്കള്, ഉദാശയില്ലാത്ത മക്കള്, വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്ന മക്കള്, ഈശോയെ മക്കളെടുത്തൊത്തിരി വേദനിക്കുന്ന മാതാപിതാക്കള്, ഈ മാതാപിതാക്കളെ, അവരുടെ മക്കളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കാനാൻകാരി സ്ത്രീ കരഞ്ഞുകൊണ്ട് അങ്ങയുടെ മുമ്പിലേക്ക് വന്ന് അവിടെ മകൾക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോ അങ്ങ് ഇടപെട്ട് പറഞ്ഞില്ലേ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ മകളിൽ നിന്ന് പിശാച് വിട്ടുപോയി. ആ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചല്ലോ. കർത്താവേ, ആ അപസ്മാരം ബാധിച്ച ബാലയിൽ നിന്ന് മൂകനും ബധിരമായ ആത്മാവിനെ അങ്ങ് പുറത്താക്കിക്കൊണ്ട് ആ മകനെ സുഖപ്പെടുത്തിയില്ലേ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന, അടിമപ്പെടുത്തി രോഗത്തില്, അനുസരണക്കേടില്, പാപത്തില്, മൊബൈൽ ഗെയിമുകളില്, അടിമത്തത്തില്, ലഹരിക്ക് അടിമപ്പെടുത്തി തെറ്റായ സ്നേഹബന്ധത്തില് എല്ലാം കുടുക്കിയിരിക്കുന്ന ആ പിശാചിനെ പുറത്താക്കി ഈശോയെ, അങ്ങയുടെ വലിയ കരുണയാൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കുരിശിൽ അങ്ങ് അതാണല്ലോ ചെയ്തത്. അങ്ങ് പിശാചിനെ പരാജയപ്പെടുത്തി. എബ്രായർ 2:15 തന്റെ മരണത്താൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി അങ്ങ് നശിപ്പിച്ചില്ലേ. കർത്താവേ, ഞങ്ങളുടെ മക്കളിൽ നിന്നും ഈ പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കി ഞങ്ങളുടെ മക്കൾ വിടിവിക്കണം. ഞങ്ങളുടെ മക്കളെ സ്വതന്ത്രരാക്കണം. ഞങ്ങളുടെ മക്കളെ അങ്ങേലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ആരോഗ്യത്തില്, സൗഖ്യത്തില്, വിശുദ്ധിയില്, സമാധാനത്തില്, സന്തോഷത്തില്, വിജയത്തില് അങ്ങയുടെ മക്കളുടെ വലിയ സ്ഥാനത്തില് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും, പ്രത്യേകിച്ച് അങ്ങയിൽ നകന്നു കഴിയുന്ന പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ സമർപ്പിക്കുന്നു. പൗരോഹിത്യത്തെ, ദൈവനിപിതാക്കന്മാരെ, സന്യാസിമാരെ, ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും പാപത്തിന്റെ പിടി കുടുങ്ങി, കഠിന പാപത്തിൽ കുടുങ്ങി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം സാത്താൻ ബന്ധിച്ച് ഉപകരണങ്ങളാക്കിയിരിക്കുന്ന എല്ലാ മേഖലകളെയും, എല്ലാ മക്കളെയും സമർപ്പിച്ച് ഞങ്ങൾ
ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ ലോകം മുഴുവന്റെ മേലും ചൊരിയണമേ. പ്രത്യേകമാവിധം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണം. ഞങ്ങളുടെ മക്കളെ വിടുവിച്ച് മോചിപ്പിക്കണം. ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരുണയുടെ ശക്തി അനുഭവവേദ്യമാക്കി കൊടുക്കണം. ഞങ്ങളത് കാണട്ടെ, ഞങ്ങളത് അനുഭവിക്കട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദിവ്യകാനുസരണത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഈശോയെ, വലിയ കരുണയാല് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. കരുണ ചൊരിഞ്ഞ് വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് നയിക്കണമേ. ഈശോയെ, ആരാധന ആരാധന. ഈശോയെ, നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കാനാൻകാരി സ്ത്രീയുടെ കുഞ്ഞിന്റെ മേൽ ഇടപെട്ട പോലെ, അപസ്മാരം ബാധിച്ച ബാലന്റെ മേൽ ഇടപെട്ട പോലെ ഈശോയെ, അതിശക്തമായ ഇടപെടല് ഇപ്പോൾ ഞങ്ങളുടെ മക്കളിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ അതിനായി ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി, വിടുതലിന്റെ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ മക്കളുടെ മേലും, കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലും, എല്ലാവരുടെ മേലും ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി പ്രവഹിക്കട്ടെ.